ഇതാണ് വിനാഗിറൊന്നും ചേർക്കാതെ തന്നെ വർഷങ്ങളോളം കേടാവാതെ സൂക്ഷിക്കാൻ പറ്റുന്ന മാങ്ങ അച്ചാർ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാധാരണ നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നതിനേക്കാളും വ്യത്യസ്തമായ രീതിയിലാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. ഈ അച്ചാറിൻ്റെ ചെറിയൊരു പീസ് മാത്രം മതിയാവും നമുക്ക് ചോറുണ്ണാൻ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. വീഡിയോ ഫുള്ളായും ഒന്ന് കണ്ടു നോക്കുക. തീർച്ചയായും നിങ്ങൾക്കിത് ഉപകാരപ്പെടും. അപ്പോൾ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഈ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലിട്ട അച്ചാറാണിത്. ഈ ഒരച്ചാർ എല്ലാവർക്കും ഇഷ്ടമായതിൽ ഒത്തിരി സന്തോഷം. ഒരുപാട് പേർ ട്രൈ ചെയ്തു നോക്കി, നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. എനിക്ക് ഓർഡർ വന്നതിനനുസരിച്ച് ഈ അച്ചാർ കുറച്ച് പേർക്ക് അയച്ചു കൊടുത്തിരുന്നു. കുറച്ച് പേർക്ക് കൂടി കൊടുക്കുവാനുള്ള അച്ചാർ ഇരിപ്പുണ്ട്. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ഇന്നും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു അച്ചാറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. 1.5 കിലോ മാങ്ങ വെച്ചാണ് ഞാനിവിടെ ഈ അച്ചാർ തയ്യാറാക്കുന്നത്. ഇതുപോലെ അല്പം വലിയ കഷ്ണങ്ങളായി വേണം മാങ്ങ അരിഞ്ഞെടുക്കാൻ. നല്ല ഉള്ളുകട്ടിയുള്ള മാങ്ങ തന്നെ തിരഞ്ഞെടുക്കണം. മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് മിക്കവരുടെയും വീടുകളിൽ ഒരുപാട് മാങ്ങയുണ്ടാവും. മാങ്ങയൊന്നും വേസ്റ്റ് ആക്കാതെ ഇതുപോലെയൊക്കെ ഒന്ന് അച്ചാറിട്ട് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും. അത്രയ്ക്ക് ടേസ്റ്റാണ്. അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ മുഴുവനായും ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ആദ്യം തന്നെ ഈ മാങ്ങ കുറച്ച് സമയം ഉപ്പിലിട്ട് വെക്കണം. ഞാൻ ഇതിലേക്ക് കുറച്ച് കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ കല്ലുപ്പ് തന്നെ ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റി ആവുന്നത്. ഈ ഉപ്പ് മാങ്ങയുടെ എല്ലാ സൈഡിലും എത്തുന്നത് പോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഏകദേശം ഒരു 150 ഗ്രാം കല്ലുപ്പ് ചേർക്കുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന മാങ്ങയുടെ അളവിനനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത ശേഷം മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായി വെക്കണം. ഒരു ഓവർനൈറ്റ് ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചാൽ അതാണ് ഏറ്റവും നല്ലത്. ഈ മാങ്ങയിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരണം. അതുവരെ ഇങ്ങനെ അടച്ചു വെക്കുക. ഞാനിത് രാത്രിയിൽ ഉപ്പ് ചേർത്ത് വെച്ച ശേഷം രാവിലെ എടുത്തതാണ്. ഉപ്പൊക്കെ അലിഞ്ഞ് മാങ്ങയിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ മാങ്ങ കഷ്ണങ്ങൾ വെള്ളത്തിൽ നിന്ന് അരിച്ചെടുക്കുക. മാങ്ങയും വെള്ളവും സെപ്പറേറ്റ് ആക്കി മാറ്റി വെക്കുക. ഇങ്ങനെ സ്റ്റെയിനറിൽ കുറച്ച് സമയം വെച്ചതിന് ശേഷം വേണം എടുക്കാൻ. ഇപ്പോൾ മാങ്ങയുടെ വെള്ളം മുഴുവനായും മാറിയിട്ടുണ്ട്. ഈ വെള്ളം കളയരുത്. നമ്മൾ അച്ചാർ തയ്യാറാക്കുമ്പോൾ ഈ വെള്ളം വേണ്ടി വരും. അതുകൊണ്ട് ഇത് അടച്ചു മാറ്റി വെക്കുക. ഈ മാങ്ങ കഷ്ണങ്ങൾ ഒരു പരന്ന തട്ടിന് മുകളിൽ നിരത്തി കൊടുക്കുക. കഴിവതും പ്ലാസ്റ്റിക്കിൻ്റെ ഒന്നും മുകളിൽ നിരത്താതിരിക്കുക. ഒന്നൊന്നിൽ തൊടാത്ത രീതിയിൽ വേണം നിരത്തി കൊടുക്കാൻ. ഇത് 1-2 മണിക്കൂറൊന്ന് വെയിൽ ഒളിച്ചെടുക്കുക. ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശം മുഴുവനായി മാറാൻ വേണ്ടിയാണ് വെയിൽ ഒളിക്കുന്നത്. നമ്മൾ വിനാഗിരി ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന അച്ചാറാണെന്ന് ആദ്യമേ തന്നെ പറഞ്ഞല്ലോ. അതുകൊണ്ട് കേടുകൂടാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വെയിൽ ഒളിച്ചെടുക്കുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന മാങ്ങയുടെ അളവിനനുസരിച്ച് പല തട്ടുകളിലായി വേണം നിരത്തി കൊടുക്കാൻ. നല്ല വെയിലുള്ള സമയമാണെങ്കിൽ 2 മണിക്കൂർ മാത്രം മതി ഉണങ്ങിക്കിട്ടാൻ. ഈ സമയം കൊണ്ട് നമുക്ക് ഈ അച്ചാറിന് വേണ്ട മറ്റ് ഐറ്റംസൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. ഞാൻ കുറച്ച് പിരിയമുളകാണ് എടുത്തിരിക്കുന്നത്. ഇത് പെട്ടെന്നൊന്ന് കഴുകിയെടുത്ത ശേഷം ഇതിൻ്റെ വെള്ളം ഒന്ന് ഉണക്കിയെടുക്കണം. നല്ല വെയിലുള്ള സമയമാണെങ്കിൽ വെയിലത്ത് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ പാനിൽ വെച്ച് കൊടുത്താൽ ചൂടാക്കിയെടുക്കണം. മുളക് ഇങ്ങനെ നല്ലതുപോലെ ഉണക്കിയെടുത്ത ശേഷം അതിൻ്റെ ചൂട് കുറച്ചൊന്ന് മാറിയ ശേഷം വേണം മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് പൊടിച്ചെടുക്കാൻ. ഇതിൻ്റെ കൂടെ ഞാൻ എണ്ണയിൽ വറുത്തെടുത്ത കട്ടക്കായം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കട്ടക്കായം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ അച്ചാറിടുന്ന സമയം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ കട്ടക്കായം ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. കായം ഒന്ന് പൊട്ടിച്ചു കൊടുത്തതിന് ശേഷം വേണം മുളകിൻ്റെ കൂടെ ചേർത്ത് പൊടിച്ചെടുക്കാൻ. അല്ലെങ്കിൽ ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ ഭയങ്കര സൗണ്ടായിരിക്കും. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് പൊടിച്ചെടുക്കുക. നല്ല ഫൈൻ പൗഡറായി പൊടിച്ചെടുക്കണ്ട. ജസ്റ്റ് ചെറിയൊരു തരിതരിപ്പോട് കൂടി വേണം പൊടിച്ചെടുക്കാൻ. ഇത് മുഴുവനായി നമുക്ക് വേണ്ട. നമ്മൾ എടുക്കുന്ന മാങ്ങയുടെ അളവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനിയും വേണ്ടത് കുറച്ച് കടുകാണ്. ഞാനിവിടെ 2 സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കരിഞ്ഞു പോകാതെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് റോസ്റ്റ് ചെയ്തെടുക്കുക. കടുകൊന്ന് പൊട്ടി വരുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിനി തണുക്കാനായി മാറ്റി വെക്കുക. കടുകിൻ്റെ ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കണം. അരഞ്ഞു പോകരുത്. ഇതിൻ്റെ പരിപ്പൊന്ന് മാറിക്കിട്ടുന്നത് പോലെ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. ഇതിനി മാറ്റി വെക്കുക. ഇത് ഞാൻ 2 മണിക്കൂർ വെയിലത്ത് വെച്ച ശേഷം എടുത്ത മാങ്ങയാണ്. നല്ല വെയിലുള്ള സമയമാണെങ്കിൽ 2 മണിക്കൂർ മാത്രം വെച്ചാൽ മതി. ഒരുപാട് അങ്ങ് ഉണക്കിയെടുക്കണ്ട. ഇതിൻ്റെ വെള്ളമൊക്കെ വലിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മതി. ഇനി അച്ചാർ തയ്യാറാക്കാനായി ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. സാധാരണ അച്ചാർ ഉണ്ടാക്കാനായി നമ്മൾ എപ്പോഴും നല്ലെണ്ണയാണല്ലോ ഉപയോഗിക്കുന്നത്. അച്ചാർ ഇടുമ്പോൾ എപ്പോഴും എണ്ണ കുറച്ച് കൂടുതൽ ഒഴിക്കുന്നത് തന്നെയാണ് നല്ലത്. അങ്ങനെ ഒഴിക്കുമ്പോഴാണ് അച്ചാർ കുറേ കാലം കേടുകൂടാതെ ഇരിക്കുന്നത്. എണ്ണ നല്ലതുപോലെ ചൂടായ ശേഷം അതിൽ നിന്ന് കുറച്ച് എണ്ണയൊന്ന് മാറ്റി വെക്കണം. ഇത് നമുക്ക് പിന്നീട് വേണ്ടി വരും.
ഈ സമയം ഗ്യാസ് ഓഫ് ചെയ്യണം. എണ്ണയുടെ ചൂട് ഒന്ന് കുറഞ്ഞതിന് ശേഷം മാത്രമേ പൊടികൾ ചേർത്ത് കൊടുക്കാവൂ. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളെടുക്കുന്ന മാങ്ങയുടെ അളവിനനുസരിച്ച് പൊടികളിൽ വ്യത്യാസം വരുത്താം. ഇതിലേക്ക് നമ്മൾ ചെറിയൊരു തരിതരിപ്പോടെ പൊടിച്ചു വെച്ചിരിക്കുന്ന പിരിയം മുളക് പൊടിയിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. ഈ എണ്ണയ്ക്ക് ചെറിയൊരു ചൂടുള്ളത് കൊണ്ട് മുളക് പൊടിയുടെ പച്ചമണം ഒന്ന് മാറിക്കിട്ടും. നല്ല ചൂടിൽ പൊടികൾ ചേർത്ത് കൊടുക്കരുത്. പൊടികൾ കരിഞ്ഞു പോയാൽ അച്ചാറിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇപ്പോൾ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറി പൊടികൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചൂട് നല്ലതുപോലെ മാറിയ ശേഷം ഇതിലേക്ക് നമ്മൾ 2 മണിക്കൂർ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത മാങ്ങ ഇട്ട് കൊടുക്കുക. എണ്ണയുടെ ചൂട് നല്ലതുപോലെ മാറിയതിന് ശേഷം മാത്രമേ ഈ മാങ്ങാ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാവൂ, അല്ലെങ്കിൽ മാങ്ങ വെന്ത് പോവും. ഇതെല്ലാം കൂടി നന്നായി മിക്സാക്കി എടുക്കുക. ഈ മാങ്ങാ കഷ്ണങ്ങളിൽ മുളക് പൊടി നന്നായി മിക്സായി കിട്ടണം. നമ്മൾ നേരത്തെ ഉപ്പിലിട്ട് വെച്ചിരുന്ന മാങ്ങ ആയതുകൊണ്ട് ഇനി ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല. ഈ അച്ചാറിന് വെളുത്തുള്ളിയോ ഇഞ്ചിയോ ഒന്നും തന്നെ ആവശ്യമില്ല. നമ്മൾ സാധാരണ അച്ചാർ ഇടുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. വിനാഗിരി ചേർക്കാതെ തന്നെ വർഷങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണിത്. അതുപോലെ ഒരുപാട് ഐറ്റംസ് ഒന്നും ഈ അച്ചാറിന് ആവശ്യമില്ല. നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ കറിയൊന്നും വേണ്ട, ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ. ഇതിലേക്ക് നമ്മൾ പൊട്ടിച്ചു വെച്ചിരിക്കുന്ന കടുകിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. റോസ്റ്റ് ചെയ്ത ശേഷം പരിപ്പ് വേറെയായി പൊട്ടിച്ചെടുത്തിരിക്കുന്ന കടുകാണിത്. ഇങ്ങനെ കടുക് പരിപ്പ് കൂടി ചേർത്ത് അച്ചാർ ഉണ്ടാക്കുമ്പോൾ അച്ചാർ കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. 2 ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. എല്ലാം കൂടി നല്ലതുപോലെ മിക്സാക്കി എടുക്കണം. ഇപ്പോൾ എല്ലാം നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അച്ചാർ നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അച്ചാറാകുമ്പോൾ കുറച്ച് ഗ്രേവി വേണം. ഗ്രേവിക്ക് വേണ്ടി നമുക്കിതിലേക്ക് മാങ്ങാ കഷ്ണങ്ങൾ ഉപ്പിലിട്ടപ്പോൾ അതിൽ നിന്നും അരിച്ചെടുത്ത ഉപ്പുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ചായി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് എത്രമാത്രം ഗ്രേവി ആവശ്യമാണോ അതിനനുസരിച്ച് ഉപ്പുവെള്ളം ചേർത്ത് കൊടുക്കുക. ഉപ്പുവെള്ളം മുഴുവനായും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മാങ്ങാ കഷ്ണങ്ങളിൽ ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിലും ഈ അച്ചാർ ഉടനെ തന്നെ ഉപയോഗിച്ചാൽ അത്രയ്ക്ക് ടേസ്റ്റ് കിട്ടില്ല. കുറഞ്ഞതൊരു 2 ആഴ്ചയെങ്കിലും വെച്ചിട്ട് ഉപയോഗിക്കുമ്പോഴാണ് മസാലയൊക്കെ അതിൽ പിടിച്ചിട്ട് ഒന്ന് സെറ്റായി കിട്ടുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഈ സമയം ഞാൻ ഇതിലേക്ക് അല്പം കൂടി കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കട്ടക്കായം ചേർത്ത് തയ്യാറാക്കിയ മുളക് പൊടി മുഴുവനായും ചേർത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് അല്പം കൂടി കായപ്പൊടി ചേർത്തത്. മറ്റ് ഉപ്പിലിട്ടതുണ്ടാക്കുന്നത് പോലെ ഒരുപാട് വെള്ളമൊന്നും ഉണ്ടാവില്ല. നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ആയിട്ടാണ് കിട്ടുന്നത്. ഇതിൻ്റെ ഒരു കഷ്ണം മാത്രം മതി ഊണ് കഴിക്കാനായിട്ട്, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള, ഒട്ടും വിനാഗിരി ഒന്നും ചേർക്കാത്ത, മാത്രമല്ല കൂടുതൽ കാലം നമുക്ക് സൂക്ഷിച്ചു വെക്കാനും പറ്റുന്ന മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കടകളിൽ നിന്നൊക്കെ അച്ചാർ വാങ്ങുമ്പോൾ ഇതുപോലെ തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഈ ഒരു സമയം നമ്മൾ അച്ചാർ കഴിച്ചു നോക്കിയാൽ വലിയ ടേസ്റ്റ് തോന്നില്ല, പക്ഷേ ഇരിക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടിക്കൂടി വരും. നല്ല എയർ ടൈറ്റായിട്ടുള്ള ബോട്ടിൽ വേണം അച്ചാർ ഇട്ട് വെക്കാൻ. ഇതുപോലുള്ള ഗ്ലാസ് ബോട്ടിലുകളിൽ സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കുപ്പി നന്നായി കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയ ശേഷം എടുത്തതാണ്. നമ്മൾ എണ്ണ ചൂടാക്കിയ ശേഷം മാറ്റി വെച്ചിരുന്ന നല്ലെണ്ണയിൽ നിന്ന് അല്പം ഈ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ കുപ്പിയുടെ എല്ലാ ഭാഗത്തും എത്തത്തക്കതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അച്ചാർ ഒട്ടും തന്നെ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ കുപ്പിയിലേക്ക് അച്ചാർ ഇട്ട് കൊടുക്കാം. നല്ലെണ്ണയാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ ഒരു കാരണം. വെളിച്ചെണ്ണയിൽ ഒരിക്കലും ഇത് ഉണ്ടാക്കരുത്. ഏത് അച്ചാറിനും നല്ലെണ്ണയാണ് നല്ലത്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് വേറൊരു ലെവല് തന്നെയാണ്. ഇതിൻ്റെ ഒരു പീസ് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇത് 2-3 വർഷം വരെ കേടുകൂടാതെ സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കാൻ പറ്റും. ഈ അച്ചാറിൻ്റെ പ്രത്യേകത, ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ എടുക്കരുത്. മിനിമം ഒരു 2 ആഴ്ചയെങ്കിലും വെച്ചതിന് ശേഷം മാത്രമേ കഴിക്കുമ്പോഴാണ് ടേസ്റ്റി ആവുന്നത്. ഇത് ഇരിക്കും തോറുമാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. കൂടുതലൊക്കെ അച്ചാറുള്ളപ്പോൾ 2-3 കുപ്പികളിലായിട്ട് വേണം ഇട്ട് വെക്കാൻ. ഒരു വലിയ കുപ്പിയിൽ മാത്രമായിട്ട് ഇട്ട് വെക്കരുത്. കഴിവതും പ്ലാസ്റ്റിക് ജാറുകളിൽ അച്ചാറുകൾ സൂക്ഷിക്കരുത്. അച്ചാർ വെക്കുന്ന പാത്രത്തിലും അച്ചാർ എടുക്കുന്ന സ്പൂൺ എല്ലാം ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ ഈ അച്ചാർ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ പുറത്ത് തന്നെ ഒരു കേടും കൂടാതെ നമുക്ക് സൂക്ഷിക്കാം. ഒരു ടിഷ്യൂവോ മറ്റോ ഉപയോഗിച്ച് കുപ്പിയുടെ വക്കിലുള്ള അച്ചാറൊക്കെ തുടച്ചു മാറ്റണം. നമ്മൾ അച്ചാർ ഉപയോഗിക്കുമ്പോൾ അതെടുക്കുന്ന സ്പൂൺ ഒട്ടും ഈർപ്പമുള്ളതായിരിക്കരുത്. നല്ല ഉണങ്ങിയ സ്പൂൺ കൊണ്ട് മാത്രമേ എടുക്കാവൂ.
ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു കേടും കൂടാതെ ഒരുപാട് നാൾ ഈ അച്ചാർ ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇതിനു മുകളിലായി നമ്മൾ റോസ്റ്റ് ചെയ്ത ശേഷം പൊട്ടിച്ചു വെച്ചിരുന്ന കടുക് പരിപ്പില്ലേ, അതിൽ നിന്ന് ഒരു സ്പൂൺ എടുത്ത് ഇങ്ങനെ വിതറി കൊടുക്കണം. മുകളിലായി ബാലൻസ് ഇരിക്കുന്ന നല്ലെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക. ഒരു കോട്ടൺ തുണി ഈ നല്ലെണ്ണയിൽ മുക്കിയ ശേഷം വേണമെങ്കിലും മുകളിലായി ഇട്ട് കൊടുക്കുക. അച്ചാറിൻ്റെ മുകളിലായി എപ്പോഴും എണ്ണ പൊങ്ങി നിൽപ്പുണ്ടാവണം. എണ്ണ ഇങ്ങനെ പൊങ്ങി നിൽക്കുമ്പോഴാണ് അച്ചാർ കേടാവാതെ പൂപ്പലൊന്നും പിടിക്കാതെ വർഷങ്ങളോളം ഇരിക്കുന്നത്. എനിക്ക് 1.5 കിലോ മാങ്ങ കൊണ്ട് ഇതുപോലുള്ള 2 ബോട്ടിലുകളിലായി നിറയ്ക്കാനുള്ള അച്ചാർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എപ്പോഴും എടുക്കാനുള്ളത് ഒരു ചെറിയ കുപ്പിയിലായി മാറ്റി വെക്കുക. ഇങ്ങനെ മാറ്റി വെക്കുന്ന സമയം മുകളിലത്തെ എണ്ണ കുറഞ്ഞാൽ അല്പം നല്ലെണ്ണ ചൂടാക്കിയ ശേഷം തണുപ്പിച്ച് മുകളിലായി ഒഴിച്ചു കൊടുക്കുക. ഇത് മിനിമം ഒരു 2 ആഴ്ച വരെ മൂടി തുറക്കാതെ വെക്കുക. 2 ആഴ്ച കഴിഞ്ഞ് മാത്രമേ ഉപയോഗിക്കാവൂ. ഇതിൽ നല്ലെണ്ണ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് ഒരുപാട് വർഷങ്ങൾ കേടുകൂടാതെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. ഇത് ഇരിക്കും തോറും ടേസ്റ്റ് കൂടുന്ന അച്ചാറാണ്. ഒട്ടും വെള്ളമയമില്ലാത്ത നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ കൊണ്ട് അച്ചാർ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഉറപ്പായും ഈ അച്ചാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. പുറത്തു പോകുന്നവർക്കും ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾക്കുമൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ അടിപൊളി ഒരു അച്ചാറാണിത്. 2 ആഴ്ച കഴിഞ്ഞുള്ള അച്ചാർ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ മുകളിലായി എണ്ണ കെട്ടിക്കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എപ്പോഴും അച്ചാർ എടുക്കുമ്പോൾ ഇങ്ങനെ എണ്ണ മുകളിലായി പൊങ്ങി നിൽപ്പുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ വർഷങ്ങളോളം ഈ അച്ചാർ കേടുകൂടാതിരിക്കും. ഉപ്പും മുളകും ഒക്കെ പിടിച്ച് അച്ചാർ നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്. ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇന്നത്തെ ഈ അച്ചാറിൻ്റെ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.